Now consider the motion of a freely falling body in viscous medium. So let us consider a spherical body and the body is falling in a medium. So there will be a viscous drag force acting on the body. So this is the mg force acting downward. So F is equal to mg downward, and you have a viscous force in the upward direction. So I can represent it by Fd or viscous force. So the drag force is acting in the upward direction and you have a mg force in the downward direction. So this drag force എനിക്ക് ഇവിടെ കാണിക്കാം. So this is the drag force or viscous force acting on the body. Okay, so if you consider the net force acting on the body, the net force acting on the body is mg minus the drag force. Now this drag force can be viscous force. So according to Stokes' law, the viscous force acting on a spherical body in this situation, suppose I am considering a liquid in a jar and a body is falling through this liquid, then you have Stokes' law as the force acting on this body is equal to 6 pi eta rv. The viscous force acting F is equal to 6 pi eta rv. Here eta is the coefficient of viscosity of the medium. Viscosity of the medium. R is the radius of the spherical body. Radius of the body. So R is the radius of the body and V is terminal velocity or velocity of the body. So എന്താണ് ടെർമിനൽ വെലോസിറ്റി? നമ്മൾ ഈ ബോഡി താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ആ ബോഡിക്ക് ഒരു വെലോസിറ്റി ഉണ്ട്. നെക്സ്റ്റ് സെക്കൻഡിൽ എത്തുമ്പോൾ വേറൊരു വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്യും. നമ്മൾ നേരത്തെ ഫ്രീ ഫാളിൻ്റെ കേസിലും ഡ്യൂ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ ഇൻ്റർമീഡിയറ്റ് ടൈമിലും ബോഡീൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. സിമിലർലി ഇവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. സോ താഴേക്ക് ഈ ബോഡിയിൽ ഗ്രാവിറ്റി താഴേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ താഴേക്ക് വരുമ്പോൾ ഈ ബോഡീൻ്റെ വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ബട്ട് വിസ്കസ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ താഴേക്കുള്ള ഇത് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കസ് ഫോഴ്സും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ ദർ ഈസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദിസ് ടേം. സോ നമ്മുടെ നെറ്റ് ഫോഴ്സിൻ്റെ ടീമിൽ ദി ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി എഫ് ജി എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ എഫ് ജി ഉണ്ട്, ദെൻ ഈ ഡ്രാഗ് ഫോഴ്സും ഉണ്ട്. സോ ഇത് നമ്മൾ ഡൗൺവാർഡ് ഡിറക്ഷനിലാണെങ്കിൽ ഇത് അപ്വാർഡ് ഡിറക്ഷനിലാണ്. സോ ദർ ഇസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദീസ് ടു ടേംസ്. സോ രണ്ടും തമ്മിൽ കോമ്പറ്റീഷനിലെത്തും. നൗ ആഫ്റ്റർ സഫിഷ്യൻറ്റ് ടൈം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ബോഡീൻ്റെ വെലോസിറ്റി ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യും. ദാറ്റ് വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. ഇപ്പോൾ നമ്മളൊരു എയറോപ്ലെയിനിൽ പോയിട്ട് അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ പോയിട്ട് പാരച്യൂട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് പാരച്യൂട്ട് റിലീസ് ചെയ്തതിന് ശേഷം താഴേക്ക് മൂവ് ചെയ്ത് വരുമ്പോൾ ഇനീഷ്യലി നിങ്ങൾ പാരച്യൂട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഇയാളുടെ വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയായിരിക്കും ഡ്യൂ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ബട്ട് പാരച്യൂട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെലോസിറ്റി ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലെത്തും. ദെൻ ഫർദർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യൂല. ആൻഡ് വിത്ത് ദാറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് നമ്മൾ ഇയാൾ താഴേക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പാരച്യൂട്ട് യൂസ് ചെയ്യുക. സോ ദാറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. സോ F is equal to, so the point to note is the viscous force using Stokes formula F will be equal to 6 pi eta RV. So എനിക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then I will get the net force acting F is equal to mg minus 6 pi eta RV. So ഇത് നമ്മൾ ആക്സലറേഷൻ എം എ എന്ന് എഴുതിയാൽ ആക്സലറേഷൻ എം എ വിൽ ബി ഈക്വൽ ടു mg minus 6 pi eta RV. ഞാനിവിടെ യൂസ് ചെയ്ത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്. ഓക്കെ, ഇനി എനിക്ക് ഇവിടുന്ന് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റും. ആക്സിലറേഷൻ, സോ ഹിയർ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എം താഴെ ക്യാൻസൽ ചെയ്യും, ബട്ട് ഇവിടെ താഴെ എം വരും, 6 pi eta r by m into v. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ആക്സിലറേഷൻ. സോ പ്രീവിയസ് കേസിൽ നമ്മൾ യൂളർ മെത്തേഡ് യൂസ് ചെയ്തപ്പോൾ വി ഹാവ് ദിസ് ഇക്വേഷൻ, ദി ഫൈനൽ പൊസിഷൻ xi plus 1 is equal to
initial position xi plus the step size h into initial velocity. Also ആക്സിലറേഷൻ്റെ കേസ് നമുക്ക് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി വി ഐ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വി ഐ പ്ലസ് എച്ച് ഇൻറ്റു ആക്സിലറേഷൻ. ബട്ട് ഫ്രീ ഫാൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തപ്പോൾ ദിസ് ആക്സിലറേഷൻ എ ഈസ് കൺസിഡേർഡ് ടു ബി എ കോൺസ്റ്റൻറ്റ്. നമ്മുടെ ആക്സിലറേഷൻ എ കോൺസ്റ്റൻ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ കോൺസ്റ്റൻറ്റ്. ഈ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത്. ദാറ്റ് വാല്യൂ ആണ് നമ്മൾ 9.8 ചൂസ് ചെയ്തത്. ബട്ട് ഈ കേസിൽ നമ്മളുടെ എന്ത് ചെയ്യും, ആക്സിലറേഷൻ ഓരോ ഇൻസ്റ്റൻറ്റിലും വെലോസിറ്റി നമ്മളിവിടെ പ്രീവിയസ് കേസിൽ വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഓരോ കേസിലും വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ജി മൈനസ് സി ഇൻറ്റു വി വേർ 6 പൈ ഈറ്റ ആർ ബൈ എം ഇസ് ഈക്വൽ ടു സി. ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും നമ്മുടെ ഗിവൺ സിറ്റുവേഷനിൽ. ഈറ്റ ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദി മീഡിയം. ഏത് മീഡിയത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ജാറിലെ മോഷൻ നമ്മൾ ഇവിടുത്തെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുന്ന ലിക്വിഡിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് ഈറ്റ. ദെൻ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്ത ബോഡിന്റെ റേഡിയസ് ആണ്. സോ ദീസ് ക്വാണ്ടിറ്റീസ് കോൺസ്റ്റന്റ് ആണ്. എം ഈസ് മാസ് ഓഫ് ദി ബോഡി, ദിസ് ഇസ് എ കോൺസ്റ്റന്റ്. ഈറ്റ ഈസ് കോൺസ്റ്റന്റ്, ആർ പൈ, സോ എല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ സി എന്ന് റെപ്രസെന്റ് ചെയ്തു. സി വിൽ ബി എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ സിറ്റുവേഷൻ. സോ ഇനി നമുക്ക് ഇതിന്റെ പൈത്തൺ കോഡ് എങ്ങനെയായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. സോ ഈ കേസിൽ നേരത്തെ ഉള്ള നമ്മളുടെ അൽഗോരിതത്തിന് ഡിഫറൻസ് വരും. ഇവിടെ നമ്മൾ ആദ്യം ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഇക്വേഷൻ യൂസ് ചെയ്യും. എ ഈസ് ഈക്വൽ ടു ജി മൈനസ് സി ഇൻറ്റു വി. പ്രീവിയസ് കേസിൽ നമ്മുടെ ആക്സിലറേഷൻ 9.8 എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു, ചേഞ്ച് ചെയ്യില്ല. ബട്ട് ഈ കേസിൽ ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. ദെൻ നമ്മൾ ന്യൂ പൊസിഷൻ യൂളേഴ്സ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യും, ന്യൂ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. സോ ദെൻ ടൈമിനെ ഇൻക്രിമെന്റ് ചെയ്യും. സോ ഈ വെലോസിറ്റി നമ്മൾ ദിസ് ഇക്വേഷൻ യൂസ് ചെയ്യും, പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ദിസ് ഇക്വേഷൻ യൂസ് ചെയ്യും, ടൈം ഇൻക്രിമെന്റ് ചെയ്യും. നെക്സ്റ്റ് സെക്കൻഡിൽ അഗെയിൻ ജി ആക്സലറേഷൻ ചേഞ്ച് ചെയ്യും, പൊസിഷൻ ചേഞ്ച് ചെയ്യും, വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ബട്ട് നമ്മൾ നേരത്തെ ഫ്രീ ഫോളിന്റെ കേസ് നമ്മൾ നേരത്തെ ചെയ്ത കേസിൽ ഈ ആക്സലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ ചേഞ്ച് വരുന്നത് ആക്സലറേഷൻ ലീനിയർലി വെലോസിറ്റി പ്രൊപ്പോർഷൻ ജി മൈനസ് സി ഇൻറ്റു വി. ഇവിടെ ലീനിയർ ഡിപ്പെൻഡൻസ് ആണ് ഇവിടെ ഉള്ളത്, സി ഇൻറ്റു വി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഡിപ്പെൻഡൻസ് വരും. എയർ ഡ്രാഗിന്റെ കേസ് കൺസിഡർ ചെയ്താൽ ആക്സലറേഷൻ വിൽ ബി ജി മൈനസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു വി സ്ക്വയർ ഡിപ്പെൻഡൻസ് ആണ് വരിക. അത് ക്വാഡ്രാറ്റിക് ഡിപ്പെൻഡൻസ് ആണ്. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ ലീനിയർ ഡിപ്പെൻഡൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓർ സിംപ്ലി സെയിങ് നൗ അവർ ആക്സലറേഷൻ വിൽ ബി ജി മൈനസ് സി ഇൻറ്റു വി. സോ നമ്മൾ സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ലൂപ്പിനകത്ത് നേരത്തെ നമ്മൾ ലൂപ്പിനകത്ത് ആക്സലറേഷന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരുന്നു. ഈ കേസിൽ ആക്സലറേഷന്റെ വാല്യൂവിന് നമ്മൾ കോൺസ്റ്റന്റ് പകരം ഈ ഇക്വേഷൻ കൂടി കൊടുത്താൽ മതി. ഓക്കെ, സോ നമുക്ക് ആ പ്രോഗ്രാം കോഡ് നേരത്തെ നമ്മൾ എഴുതിയ പ്രോഗ്രാം കോഡ് ചേഞ്ച് ചെയ്യാം. സോ ദിസ് ഈസ് അവർ പൈത്തൺ കോഡ് ഫോർ ഫ്രീ ഫോൾ. സോ ഈ പ്രോഗ്രാമിൽ ഏതൊക്കെ സ്റ്റെപ്പിൽ ചേഞ്ച് വരുത്തണം നോക്കാം. സോ എക്സ് നമ്മൾ ഈ എക്സ് ഇനീഷ്യൽ പൊസിഷൻ, ഇനീഷ്യൽ വെലോസിറ്റി, ടൈം ഓഫ് ഫ്ലൈറ്റിലൊന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല. സ്റ്റെപ്പ് സൈസ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, അതർവൈസ് കുഴപ്പമില്ല. ഞാൻ 0.25 ആയിട്ട് ചൂസ് ചെയ്തു. ഇനി നമുക്ക് ആക്സലറേഷൻ ഇവിടെ 9.8 എന്ന് കൊടുത്തിട്ടുണ്ട്. ബട്ട് നമ്മളുടെ കേസിൽ ആക്സലറേഷൻ 9.8 അല്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ആവശ്യമില്ല. ഓക്കെ, ബിക്കോസ് ആക്സലറേഷൻ നമുക്കൊരു ചേഞ്ച് ചെയ്തുകൊണ്ട് സി മൈനസ് വി എന്ന് പറയുന്ന ജി മൈനസ് സി വി എന്ന് പറയുന്ന ഫോമിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഞാനിവിടെ ടൈം 0 ആയിട്ട് ചൂസ് ചെയ്തു. ഓക്കെ, ദെൻ പ്രിന്റ് ടി വി എക്സ്. ഇപ്പോൾ ഈ കേസിൽ ഞാൻ ടൈം ആക്സലറേഷൻ കൂടി പ്രിന്റ് ചെയ്യണം. സോ ഇവിടെ എ കൂടി ആഡ് ചെയ്യാം, ടി എ വി എക്സ്. കുറച്ച് സ്പേസസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വൈൽ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഫൈനൽ പ്രിന്റ്. സോ നമ്മളിവിടെ %3. സോ ഒരു വൺ മോർ ആഡ് ചെയ്യേണ്ടത് ബിക്കോസ് ആക്സലറേഷൻ കൂടി ഞാനിവിടെ പ്രിന്റ് ചെയ്യിക്കുന്നുണ്ട്. സോ ഓക്കെ, ഒരു സ്പേസ് ഇടാം. സോ സം സ്പേസ്. സോ ടി എ ആക്സലറേഷൻ കോമ ടി കോമ ആക്സലറേഷൻ കോമ വെലോസിറ്റി കോമ പൊസിഷൻ. ഓക്കെ, ദെൻ ആക്സലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം കൊടുക്കണം. സോ ഫസ്റ്റ് ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു എ. സോ ടാബ് നമ്മളിവിടെ ഇൻഡന്റേഷൻ വേണം, വൈൽ ലൂപ്പിനകത്താണ്. എ ഈസ് ഈക്വൽ ടു നമ്മുടെ ജി മൈനസ്, സോ ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ്, 9.8 മൈനസ് സി ഇൻറ്റു വി. സോ വാട്ട് ഈസ് സി? സി ഈസ് ഈക്വൽ ടു 6 പൈ ഈറ്റ ആർ വി ബൈ എം, സി ഇൻറ്റു വി.
and x equal to v into h, v is equal to v into v plus a into h, t is equal to t plus h. ഓക്കെ, ഇനി സീൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ സീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക് ഏതൊക്കെ വേണം? സോ ആദ്യം നമുക്ക് ഈറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിൻ്റെ വാല്യൂ ഒന്നുകിൽ ജസ്റ്റ് നമുക്ക് സീൻ്റെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സപ്പോസ് ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് സി ഈസ് ഈക്വൽ ടു സം വാല്യൂ, ഒരു 0.65 അല്ലെങ്കിൽ 0.7 എന്ന് കൊടുത്തു ഞാൻ. സോ 0.7. ഓക്കെ, സോ സീൻ്റെ വാല്യൂ എനിക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിലുള്ളത് പോലെ ഇവിടെയുള്ള 6 ഇതൊക്കെ കൊടുക്കാം, പൈൻ്റെ വാല്യൂ കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യിക്കാം. സോ ഇനീഷ്യലി ഞാൻ ജസ്റ്റ് സി കൊടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സി ഈസ് ഈക്വൽ ടു 0.7. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. റൺ മൊഡ്യൂൾ. ഓക്കെ, സോ നമുക്ക് ദ നെയിം എ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് വന്നു. ഓക്കെ, സോ വാട്ട് ഈസ് എ? എ ഈസ് ഈക്വൽ ടു സോ എൻ്റെ വാല്യൂ എ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ്. സോ ഇനി ബിക്കോസ് ഞാൻ ഈ വൈൽ ലൂപ്പിൽ എ ഈസ് ഈക്വൽ ടു 9.88 മൈനസ് സി ഇൻറ്റു വി എന്ന് കൊടുത്തു. ബിക്കോസ് അതിന് മുമ്പ് നമ്മളിവിടെ എ പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ ആക്ച്വലി എനിക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ താഴേക്ക് എടുത്തു കൊടുത്താൽ മതി. സോ ഞാൻ കോപ്പിങ് ഫ്രം ദർ, ഇനി ഇവിടെ പേസ്റ്റ് ചെയ്തു, കൺട്രോൾ വി. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ. ഓക്കെ, സോ ഇനീഷ്യലി എൻ്റെ വാല്യൂ 0.000 വന്നു. ലാസ്റ്റ് 0.75 ടൈം 0.75 ആയപ്പോൾ 1.73 നമ്മുടെ പൊസിഷൻ അല്ല വെലോസിറ്റി 6.13, ആക്സിലറേഷൻ so there is some problem here. Initially നമ്മുടെ ആക്സിലറേഷൻ 9.8 വന്നു, then acceleration 8.08 ആയി. ഓക്കെ, സോ ലെറ്റ് മീ ചേഞ്ച്. സോ ഞാൻ അങ്ങനെ ചെയ്താൽ പറ്റില്ല. സോ ആക്ച്വലി എനിക്കിത് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യിക്കാം. കൺട്രോൾ എക്സ്, കൺട്രോൾ വി. നൗ ഒരു കേസ് ചെയ്യാം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു 9.8 ഇനീഷ്യലി ഞാൻ സെയിം ചെയ്തു. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ. ഓക്കെ, സോ എനിക്ക് ടൈം 0, പൊസിഷൻ അല്ല ആക്സിലറേഷൻ 9.8, then velocity 0.00. ഓക്കെ, 0.25 ആയപ്പോൾ again acceleration 9.8 2. Now 0.75 ഈ കേസിൽ 0.75 6. Acceleration is now 6.835 okay 1.730. ഓക്കെ, നൗ സപ്പോസ് ഞാൻ ഈ കോഡ് ചേഞ്ച് ചെയ്യണം, അതായത് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഒക്കെ ഇൻപുട്ട് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ സീൻ്റെ വാല്യൂ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഈ സീൻ്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം കൊടുക്കാം. സി ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 3.6 പൈ ഈറ്റ. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിക്ക് ഞാൻ വിസ്ക് എന്നാണ് നെയിം ചെയ്യുന്നത്, വിസ്കോസിറ്റി. സോ 3.14 ഇൻറ്റു 6 പൈ ഈറ്റ, റേഡിയസിന് ആർ തന്നെ കൊടുക്കാം, റേഡിയസ് ഇൻറ്റു ആർ 6 പൈ ഈറ്റ ആർ ബൈ എം. സോ ബൈ എമ്മിന് നമുക്ക് എം തന്നെ നെയിം ചെയ്യാം, എം. ഓക്കെ, ഇനി നമ്മളിവിടെ വിസ്കോസിറ്റിൻ്റെ വാല്യൂ കൊടുക്കണം. സോ വിസ്കോസിറ്റിൻ്റെ വാല്യൂ സപ്പോസ് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു 0.7, കോഎഫിഷ്യൻ്റ് വിസ്കോസിറ്റി ഞാൻ 0.7 കൊടുത്തു. ദെൻ റേഡിയസ് ഓഫ് ദി ബോഡി ആർ ഇസ് ഈക്വൽ ടു സം വാല്യൂ ഇൻപുട്ട് ചെയ്യണം. സപ്പോസ് ഐ എം ഗിവിംഗ് റേഡിയസ് ഓഫ് ദി ബോഡി ആർ ഇസ് ഈക്വൽ ടു സം 0.05 യൂണിറ്റ്സ്. സോ നമ്മളിതൊക്കെ ഇവിടെ യൂണിറ്റ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നുകിൽ എല്ലാം CGS യൂണിറ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം SI യൂണിറ്റിൽ കൊടുക്കാം. ഓക്കെ, സോ റേഡിയസ് ഞാൻ സ്പെസിഫൈ ചെയ്തു. ഇനി മാസ് ഓഫ് ദി ബോഡി പറയണം. സോ മാസ് ഓഫ് ദി ബോഡി എം ഇസ് ഈക്വൽ ടു 1.0 കൊടുത്തു. ബിക്കോസ് ഞാൻ ഇവിടെയൊക്കെ ഈ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എടുക്കുന്നത് നമ്മുടെ ഇൻറ്റീജർ ഡിവിഷൻ്റെ ഇഷ്യൂ ഈ ഡിവിഷനിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ റേഡിയസ് കൊടുത്തു, വിസ്കോസിറ്റി കൊടുത്തു, എമ്മിൻ്റെ വാല്യൂ കൊടുത്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ മൊഡ്യൂൾ. സോ ടൈം 0 സ്റ്റാർട്ട് ചെയ്തു, 9.800. സോ 0.75 ആകുമ്പോൾ നമ്മുടെ ആക്സിലറേഷൻ്റെ വാല്യൂ 6.835 ഉണ്ട്, വെലോസിറ്റി 6.204 ആൻഡ് പൊസിഷൻ വാല്യൂ 1.730
0.65, ഇതിന് റൗണ്ട് ചെയ്ത് 1.737 എന്ന് കിട്ടും. ഓക്കെ, ഇഫ് യു കൺസിഡർ എ ബോഡി ഫ്രീലി ഫാളിങ് വിത്ത് എയർ ഡ്രാഗ്. സോ ഒരു ബോഡി നമ്മൾ നേരത്തെ ലിക്വിഡ് മീഡിയത്തിലാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ ഞാനൊരു എയർ മീഡിയം ഒരു ബോഡി താഴേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഡ്രാഗ് ഫോഴ്സ് കൺസിഡർ ചെയ്താൽ ദി ഡ്രാഗ് ഫോഴ്സ് എഫ് ഡി വിൽ ബി ഈക്വൽ ടു ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ വി സ്ക്വയർ. Now what is C? C is said to be the drag coefficient and rho is the density of the medium. ഇപ്പോൾ നമ്മൾ എയർ മീഡിയത്തിലാണെങ്കിൽ എയറിൻ്റെ ഡെൻസിറ്റി, ആൻഡ് R is again radius of the body. It is the radius of the body, and V is terminal velocity. So now our equation drag force FD is equal to, നമ്മളൊരു പ്രസന്റ് സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്താൽ ദിസ് ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ വരെ കോൺസ്റ്റന്റ് ആണ്. സോ ഓൾ ദീസ് പിന്നെ ക്വാണ്ടിറ്റീസും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എഫ് ഡി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് കെ ടൈംസ് വി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ കേസിൽ നമ്മൾ നേരത്തെ നമ്മളുടെ കേസിൽ ദി ഡ്രാഗ് ഫോഴ്സ് എഫ് ഡി 6 പൈ ഈറ്റ ആർ വി ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നമ്മൾ നേരത്തെ കേസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നെറ്റ് ഫോഴ്സ് എം ഈസ് ഈക്വൽ ടു എം ജി മൈനസ് ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ വി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡ്രാഗ് ഫോഴ്സ്. സോ ആക്സലറേഷൻ, ദിസ് എഫ് വിൽ ബി ഈക്വൽ ടു എം എ. സോ നൗ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ജി മൈനസ്, സോ ബാക്കിയുള്ള ക്വാണ്ടിറ്റി, സോ ഇവിടെ ഞാൻ ഈ എം ഇവിടുന്ന് ആക്സലറേഷൻ എഴുതുമ്പോൾ എം ക്യാൻസൽ ചെയ്യണം. സോ താഴെ ഒരു എം വരും. സോ യു വിൽ ഹാവ് കെ വി സ്ക്വയർ. സോ ദാറ്റ് കെ വിൽ ബി ഈക്വൽ ടു ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ ബൈ എം. ഓക്കെ, നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ പൈത്തൺ കോഡിൽ ചേഞ്ചസ് വരുത്താം. സോ നേരത്തെ ഉള്ള ആകെ ഒരു ചേഞ്ച് വരിക, നമ്മൾ നേരത്തെ സി കാണാൻ വേണ്ടി യൂസ് ചെയ്ത ഇക്വേഷൻ ഈ 6 പൈ ഈറ്റ ആർ ബൈ എമ്മിന് പകരം ഇവിടെ നമ്മൾ കെ കൊടുക്കണം. കെൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആൾസോ ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ നമ്മളുടെ ഇക്വേഷൻ നൗ ഈസ് ജി മൈനസ് കെ ഇൻറ്റു വി സ്ക്വയർ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ജി മൈനസ് കെ വി സ്ക്വയർ. നേരത്തെ ജി മൈനസ് സി വി ആയിരുന്നു. സോ ഈ രണ്ട് ചേഞ്ചസും വരുത്തിയിട്ട് നമുക്ക് പ്രോഗ്രാം കോഡ് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോഗ്രാം കോഡിനും ചേഞ്ച് ചെയ്യാം. പ്രോഗ്രാമിൽ ഞാൻ ടൈം, ആക്സിലറേഷൻ, വെലോസിറ്റി, പൊസിഷൻ ഉണ്ട്. നേരത്തെ ചേഞ്ച് ചെയ്തു. ടൈം, നേരത്തെ നമ്മൾ ടി എ വി എക്സ് എന്ന് എഴുതി. ജസ്റ്റ് ഞാനത് ഫുൾ ടൈം ആക്സിലറേഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷനിൽ ചേഞ്ച് ഉണ്ടാവുക. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു 9.8 മൈനസ് കെ ഇൻറ്റു വി സ്ക്വയർ വരും. സോ കെ ഇൻറ്റു വി എന്ന് വരും. ഓക്കെ, ദെൻ നമ്മളിവിടെ സിക്ക് പകരം കെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, കെൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ കെ വിൽ ബി ഈക്വൽ ടു ഹാഫ് സി പൈ റോ ആർ സ്ക്വയർ വി സ്ക്വയർ. സോ ഇക്വേഷൻ ചേഞ്ച് ചെയ്യണം. കെ ഈസ് ഈക്വൽ ടു ഹാഫ് മീൻസ് 0.5 ഇൻറ്റു പി, ദെൻ പൈ ഇൻറ്റു ദെൻ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ്. സോ ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് ഞാൻ ഡ്രാഗ് എന്ന് നെയിം ചെയ്യാം. ഡ്രാഗ് കോഎഫിഷ്യൻറ്റ് സി ഇൻറ്റു, ഓർ സി എന്നാണ് നമ്മൾ കൊടുക്കുന്നത്, സി എന്ന് തന്നെ കൊടുക്കാം. സി ഇൻറ്റു ദെൻ റോക്ക് ഡെൻസിറ്റി ആണ് റോ എന്ന് പറഞ്ഞാൽ. സോ ഡെൻസിറ്റി സി റോ, ദെൻ ആർ സ്ക്വയർ വേണം. സോ റേഡിയസ് നമ്മൾ ആർ കൊടുത്തു. സോ ആർ സ്ക്വയർ ഇൻറ്റു പ്ലസ്, സോ റേഡിയസ് സ്ക്വയർ ബൈ മാസ് ആണ്, ഇൻറ്റു അല്ല മാസ്. സോ ബൈ എം. ഓക്കെ, സോ ഇനി എനിക്ക് ഇവിടുത്തെ വാല്യൂസ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ വിസ്കോസിറ്റി ഇല്ല, പകരം ഡ്രാഗ് കോഎഫിഷ്യൻ്റ് ആണുള്ളത്. സോ ഡ്രാഗ് കോഎഫിഷ്യൻ്റ് നമ്മൾ നെയിം ചെയ്ത് സി എന്നാണ്. സോ സിൻ്റെ വാല്യൂ കൊടുക്കണം. ദെൻ ഐ ഹാവ് ടു ഗിവ് ദി വാല്യൂ ഓഫ് റേഡിയസ് ഓഫ് ദി ബോഡി, മാസ് കൊടുക്കണം. ആൾസോ ഡെൻസിറ്റി കൊടുക്കണം. ഡെൻസിറ്റിക്ക് നമ്മൾ ഡെൻ എന്നാണ് നെയിം ചെയ്തത്. ഓക്കെ, നൗ സപ്പോസ് ഐ ആം ഗിവിങ് ഇനീഷ്യൽ പൊസിഷൻ 0 ആക്കി, ഇനീഷ്യൽ വെലോസിറ്റി 0 ആക്കി, ടൈം ഞാനിവിടെ ഒരു 1 തന്നെ ആയിക്കോട്ടെ. ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് കോയിഫിഷ്യൻ്റ് 0.7, ഡ്രാഗ് കോയിഫിഷ്യൻ്റ് കുറച്ച് ചുരുക്കാം, ഒരു 0.3 വാല്യൂ, 0.3 കൊടുത്തു. റേഡിയസ് ഓഫ് ദി ബോഡി 0.5 ആക്കി ചേഞ്ച് ചെയ്തു. ഡെൻസിറ്റി ഓഫ് ദി മീഡിയം, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഒരു 1.2 യൂണിറ്റ്സ് ആണ് ഡെൻസിറ്റി ഓഫ് ദി മീഡിയം.
മാസ് 1 യൂണിറ്റ് കൊടുത്തു, ടൈം സ്റ്റെപ്പ് 0.25 മാറ്റിയിട്ട് 0.2 ആക്കി. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ലെറ്റ് മീ റൺ അവർ പ്രോഗ്രാം. സോ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു. സോ നമുക്ക് ടൈം, ആക്സലറേഷൻ, വെലോസിറ്റി, പൊസിഷൻ വന്നു. ടൈം 0 ആയപ്പോൾ ആക്സലറേഷൻ 9.8 ഉണ്ട്, വെലോസിറ്റി 0, പൊസിഷൻ 0, ടൈം 0.2. നെക്സ്റ്റ് നമ്മൾ h 0.2 ആണ് കൊടുത്തത്. സോ ആക്സലറേഷൻ അവിടെ 9.8 ആണ്, വെലോസിറ്റി മാറി. ഓക്കെ, പൊസിഷൻ ചേഞ്ച് ചെയ്തു. സോ പൊസിഷൻ ടൈം 0.6 ആയപ്പോൾ ആക്സലറേഷൻ 7.747 വന്നു, വെലോസിറ്റി 5.36 വന്നു, ആൻഡ് പൊസിഷൻ ഈസ് 1.154. സോ നേരത്തെ ഉള്ള പ്രോഗ്രാം കോഡ് നമ്മൾ ചേഞ്ച് ചെയ്തു. ആകെ ചേഞ്ച് ചെയ്ത സ്റ്റെപ്സ് മെയിനായിട്ട് ചേഞ്ച് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ആണ്. സോ ഇക്വേഷനിൽ നമ്മൾ കെ കാണാൻ വേണ്ടിയിട്ട് കെൻ്റെ വാല്യൂ, കെൻ്റെ ഇക്വേഷൻ എഴുതി. ഇതിനകത്തുള്ള ബാക്കിയുള്ള വേരിയബിൾസ് ഒക്കെ ഇവിടെ ചെയ്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്യാം. അതായത് യു ക്യാൻ ഗിവ് ഹിയർ സി ഈസ് ഈക്വൽ ടു ഇൻപുട്ട്, സി ഈസ് ഈക്വൽ ടു ഇൻപുട്ട്, എൻ്റർ അങ്ങനെ കൊടുക്കാം, എൻ്റർ ഡ്രാഗ് കോയിഫിഷ്യൻറ്റ്, എൻ്റർ ഡ്രാഗ് കോയിഫിഷ്യൻറ്റ്. ഓക്കെ, സിമിലർലി ആർ ഇസ് ഈക്വൽ ടു ഇൻപുട്ട്, എൻ്റർ ദി റേഡിയസ്. എച്ചിന് ഓരോന്നിനെയും നമുക്ക് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക്, ഞാൻ ടൈം സേവ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് പ്രോഗ്രാമിനെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് മാറ്റാം അങ്ങനെ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഫ്രീലി ഫാളിംഗ് ബോഡി വിത്ത് എയർ ഡ്രാഗ്.